കയറിയപ്പോൾ തന്നെ അവർ ഛർദിച്ച്. നല്ല തുടക്കമാണ്. ഇക്ക എന്നെ ചീത്ത പറയാത്തത് ഭാഗ്യം. ഇന്ന് മുതൽ ഞാൻ മുടങ്ങിപ്പോയ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇന്നലെ ജോയിൻ ചെയ്യണം വിചാരിച്ചത്, പക്ഷേ ട്രെയിനർ ലീവ് ആയതുകൊണ്ട് ഇന്നലെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. അപ്പോൾ ഇന്ന് കാലത്തിന് ഭയങ്കര ത്രില്ലിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊന്നും ചെയ്യാനേ പറ്റുന്നില്ല എക്സസൈസ്. ഞാൻ പുറത്ത് പോയിട്ട് ചെയ്യണം വിചാരിച്ച് നടക്കുകയൊക്കെ ചെയ്യാൻ വിചാരിക്കുമ്പോഴേക്കും ഒരു ദിവസം മഴയുണ്ടാവും, ഒരു ദിവസം വെയിലുണ്ടാവും, ഒരു ദിവസം പിന്നെയും മഴ, അങ്ങനെ എന്താ പറയുക മാറിയിട്ടാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ എക്സസൈസും മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി പിന്നെ എല്ലാ ദിവസവും തിന്നലിൻ്റെ പരിപാടിയാണ്. പിന്നെ ഫങ്ഷൻസ് ആയതുകൊണ്ടെന്ന് പറഞ്ഞാൽ തിന്നാണ്ടിരിക്കാനും പറ്റില്ല. കാരണം അവിടെ പോയിട്ട് ചപ്പാത്തി വേണം എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഉള്ളത് ബിരിയാണി ആയിരിക്കും, അതൊക്കെ അടിച്ച് മാറ്റേണ്ടതാണ്. അപ്പം പിന്നെ എന്താ പറയുക, എക്സസൈസൊക്കെ ചെയ്ത് കുറച്ച് പിന്നെ തടിയൊക്കെ കുറക്കുകയാണെങ്കിൽ ധൈര്യപൂർവ്വം തിന്നാലോ. മുമ്പ് ഈ റാപ്പൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലെന്നല്ല ഇതിങ്ങനെ ഇരുന്ന് ഓട്ടിക്കും. നല്ല രസമല്ലേ? ഇപ്പം ആ ഒരു നൊസ്റ്റിക്ക് അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഗോൾഡ് പിന്നെ ക്ലേ ഫേസ് പാക്ക് ഒന്ന് ചെയ്ത് നോക്കാം, അപ്ലൈ ചെയ്ത് നോക്കാം. കാരണം ഇതിലെന്താ പറയുക, നല്ല അടിപൊളി പാക്കാണ്. ഫുൾ ഗോൾഡാണ് കാണുന്നത് അല്ലേ. അതിലുള്ള സാധനത്തിൻ്റെ ഒക്കെ പേര് എഴുതിയിട്ടുണ്ട്. ഗോൾഡ് എന്ന മോണ്ടി മൊറിലോനൈറ്റ്, ഗോൾഡ് മൈക്ക, ബെൻഡോനൈറ്റ് ആൻഡ് സ്വീറ്റ് ആൽമണ്ട് ഓയിലൊക്കെയാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ടു ഹെൽപ്പ് ഹൈഡ്രേറ്റ് സ്കിൻ ആൻഡ് റീസ്റ്റോർ റേഡിയൻസ് എന്നൊക്കെ. അപ്പോൾ ഏതായാലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇവർ ഈ ഒരു പിന്നെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, വാവിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ പിന്നെ എന്താ പ്രൊമോ കാര്യമൊന്നുമല്ല, കാരണം നമ്മളൊന്നും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളൊക്കെ ചെറിയ ആൾക്കാരൊക്കെയാണ്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയാൽ നല്ല എന്താ പറയുക, നല്ലൊരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു കളറിലാണുള്ളത്, ഗോൾഡ് കളറ്. പിന്നെ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് എന്തായാലും വാഷ് ചെയ്തിരിക്കണേ. വാഷ് ചെയ്ത് ഒന്ന് പിന്നെ വൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഒത്തിരി വൈപ്പ് ചെയ്യാനും പാടില്ല, ഒരു ചെറിയ മോയ്സ്ചർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് മൊത്തം അപ്ലൈ ചെയ്ത് ഞാനൊരു 15 മിനിറ്റ് ലീവ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യണം. പിന്നെ നേരത്തെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിന്. അതായത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ കയ്യിൽ എവിടെയെങ്കിലും പിന്നെ ഒരു പാച്ച് ഉണ്ടാക്കിയിട്ട് നോക്കണം, ടെസ്റ്റ് ചെയ്ത് നോക്കണം. അല്ലാണ്ട് വേഗം തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം എന്തെങ്കിലും റിയാക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അറിയാൻ പറ്റും. പിന്നെ പാച്ച് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം, ഒന്നും വേറെ പ്രശ്നമില്ലെങ്കിൽ മാത്രം മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി. സമയം ഇപ്പോൾ 8:30 കഴിഞ്ഞ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം ഏകദേശമായി. 9 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കാരണം ഞാൻ 10 മണി സെക്ഷനിലാണ് പോകുന്നത്. പിന്നെ ജിമ്മ് അവിടെ പിന്നെ രാവിലെ 5:30 മണി മുതൽ പിന്നെ 8 മണി വരെ ഉണ്ട് ലേഡീസിന്. പക്ഷെ ഞാൻ ആ സമയം സെലക്ട് ചെയ്തില്ല. കാരണം പിന്നെ കാലത്ത് എനിക്ക് ഏറ്റവും പണിയുള്ള സമയമാണ് ഇവിടെ വീട്ടിൽ. അപ്പോൾ പിന്നെ ആ സമയം പോയി കഴിഞ്ഞാൽ ശരിയല്ല. നടക്കുന്ന സമയത്ത് ഓക്കെ, ഞാൻ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരും. പക്ഷേ ജിമ്മിന് പോകുമ്പോൾ എന്തായാലും 1.5 മണിക്കൂർ എടുക്കും. അപ്പം പിന്നെ ഓടിച്ചാടി ഇങ്ങോട്ട് വരാൻ കഴിയില്ല. മാച്ചുവിന് 8 മണിക്ക് ക്ലാസ്സും തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ ഏറ്റവും നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 10 മണിയാണ്. ഗൈസ് സമയം ഇപ്പോൾ 10 മണിയായി. ഞാൻ 10 മണിയാകുമ്പോഴേക്ക് അവിടെ എത്തണം വിചാരിച്ചിരുന്നു. വീണ്ടും ലേറ്റായി. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ടില്ല എവിടെ ജിമ്മിന് പോകുന്നുള്ളത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പഴയങ്ങാടിയാണ് പോയത്, മുമ്പ് പിന്നെ മാട്ടൂലാണ് പോയത്. പിന്നെ ഷുറു വന്ന സമയത്ത് പഴയങ്ങാടിയിലേക്ക് മാറ്റി. പിന്നെ ഇപ്പോൾ വീണ്ടും മാട്ടൂലേക്ക് തന്നെ പോകുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ പെട്രോളിനെല്ലാം നല്ല ഹൈ റേറ്റാണ്. അപ്പോൾ ഇവിടുന്ന് പഴയങ്ങാടി പോയിട്ട് തിരിച്ചിവിടെ എത്തണമെങ്കിൽ തന്നെ ഒരുപാട് കിലോമീറ്റർ ഉണ്ട്. ഏകദേശം പിന്നെ 11 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അപ്പോൾ റിട്ടേൺ ആകുമ്പോൾ ആയില്ലേ. അപ്പോൾ പിന്നെ അവിടെ കൊടുക്കുന്ന കാശിനേക്കാളും കൂടുതൽ പെട്രോൾ അടിക്കാൻ വേണം. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു തന്നെ ഇവിടെ തന്നെ പോവാന്ന്. ഫസ്റ്റ് വാമപ്പ് വേറെ ഒന്നിനും പോകണ്ട. ജിമ്മ് സെക്കൻഡ് ഫ്ലോറിലായതുകൊണ്ട് ഈ പിന്നെ സ്റ്റെപ്പുകൾക്ക് മേലെ തുമ്പൊക്കെ വാമപ്പായി. അങ്ങനെ ഗൈസ് ജിമ്മും കഴിഞ്ഞതാ വീട്ടിൽ തിരിച്ചിട്ട് ആകെ ടയേർഡായി. ഇനി എന്തെങ്കിലും കാര്യമായിട്ട് അടിക്കണമെന്നുണ്ട്, പക്ഷേ അടിക്കൂല. ഇനി എന്താണെന്ന് പറഞ്ഞാൽ പേരക്കയോ അല്ലെങ്കിൽ എന്താ പറയുക റോബസ്റ്റ് ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ട്. പഴുത്തിനൊന്നും അറിയില്ല, ഇന്നലെ പച്ച വാങ്ങിച്ചിട്ടുണ്ട്.
അപ്പം അത് നോക്കിയിട്ട് അതേതെങ്കിലും ഒന്ന് കഴിക്കും. റോബസ്റ്റ് ഉണ്ട്, പക്ഷേ ഒരു അത്ര പഴുത്തിട്ടില്ല. പേരക്ക ഒരു കഴിഞ്ഞിട്ട് എങ്ങനെയാ പോകാന്നെല്ലാം വിചാരിച്ചിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേക്കും നമ്മുടെ ചെറിക്കാക്ക വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ കാക്ക എൻ്റെ കൂടെ വന്നോ നടത്തി ഞാൻ ഡ്രസ്സ് പോകാം. ഇവിടുന്ന് ഒരു വണ്ടിയെല്ലാം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ ഞാൻ ഏതായാലും ഇക്കാക്കാണ്ട് ലിഫ്റ്റ് എന്തിനാ കളയുന്നത്, അവിടെ ഓടിച്ചാടി കയറിയതാണ്. കാരണം ഇവിടുന്ന് അറിയാൽ ഇപ്പൊ ബസ്സൊന്നും ഇല്ല, പിന്നെ 1-2 ബസ്സായിട്ടേ ഉള്ളൂ. പിന്നെ കാലി ഓട്ടം തിരിച്ചു പോകുന്നത് നോക്കി വെക്കണം, അത് എപ്പാന്നൊന്നും പറയാൻ കഴിയില്ല. കിട്ടിയാ കിട്ടി, അല്ലെങ്കിൽ പോയി. അവിടെ ഞാൻ പിന്നെ ഓടിച്ചാടി വരാം. അല്ലെ കാക്കടെ പോകാനെന്ന് തോന്നല തിരക്കുണ്ടാ? ഞാൻ ഷാള് തപ്പിയിട്ടുണ്ടല്ല കുറച്ച് സമയം നിന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട തപ്പാനൊന്നും ശരിയാണ്, കിട്ടിയത് കിട്ടിയതാണ്. ഞാൻ പുതിയൊരു ഇറങ്ങാൻ വേണ്ടി നിന്നതാണ്, പക്ഷെ ഇക്കാക്ക വിട്ടില്ല. നേരെ എത്തിയത് എവിടെയെന്നറിയാം, കണ്ണൂർ എത്തി. എന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് പോവാന്നും പറഞ്ഞു. നോക്കിയാട്ടെ പാവക്കാക്ക. ഞാൻ കൊറേ പറഞ്ഞത് എന്നെ അവിടെ ഇറക്കിയ കാരണം ഞാൻ അവിടുന്ന് ബസ്സിന് പോയിക്കളാം. ഇക്കാക്കാർ വേണ്ട, ബസ്സിനൊന്നും പോണ്ട, ഞാൻ തന്നെ കൊണ്ടുവിട്ടുള്ളൂ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ എർട്ടിക കാണാൻ പോവാണ്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടെന്നാ വിളിച്ചപ്പോൾ. അപ്പോൾ എന്തൊക്കെ പണി കഴിഞ്ഞെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൂടി പറഞ്ഞുതരാം കേട്ടോ. നമ്മളിതാ വണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. കൊണ്ടുവന്ന പോലെയല്ല, നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ എന്തെല്ലാം പണി പറ്റിയെന്നുള്ളത് ഞാൻ പറയുന്നതിലും ബെറ്റർ ഇതാ നമ്മളിവിടെ പണിതിട്ട് എന്നാ ചേട്ടൻ വരുമ്പോ സുൽഫിക്കർ. ഓക്കെ, അപ്പൊക്കെയാണ്. ഓക്കെ, നമ്മൾ സുൽഫിക്കർ ഒക്കെ പറഞ്ഞതേലും എന്തൊക്കെയാണ് എന്നുള്ളത്. 1-2 ആൾ ഛർദിച്ചെന്നെല്ലാം പറഞ്ഞു അല്ലേ? 2 ആൾക്കാര് ഭക്ഷണം കഴിച്ച് വന്നപാടാണ് പണിയാൻ വേണ്ടി കയറിയപ്പാടന്നെ അവര് ഛർദിച്ച്. നല്ല തുടക്കാണ്. ഇക്ക എന്നെ ചീത്ത പറയാത്തത് ഭാഗ്യം. അപ്പൊ നമ്മള് വണ്ടി കൊടുത്തത് ഇവിടെ പിന്നെ ദിനേശ് ഓഡിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റുള്ള ഫാസ്റ്റ് ട്രാക്കിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഷുറൂന്റെ പിന്നെ ഫ്രണ്ടാന്നുള്ളത്. ഷുറൂന്റെ ഫ്രണ്ട് അപ്പുറം പിന്നെ വേറൊരു വണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ്, താജ് എന്ന പേര്. ഇത് പിന്നെ അവരുടെ ഫ്രണ്ട് എന്താ സുൽഫിക്കറല്ലേ നിങ്ങളുടെ പേര്. അപ്പോൾ വണ്ടിയിൽ വന്ന പണി എന്താണെന്നുള്ളത് ഞാൻ പറയുന്നതിലും ബെറ്റർ ഇതാ ഇക്കന്നെ പറയിലാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്? ഇതാണ് പിന്നെ അല്ല വ്ലോഗ് ചെയ്ത് ഇതാണ് ഷെറിയുടെ ഫ്രണ്ട് കേട്ടാ താജ്. അപ്പൊ 4 എലി കത്തിച്ച് എന്താ പറയാ ഉണങ്ങിയ പോലെ ഉണ്ടായി അല്ലേ? സംഭവിച്ചത് ചെയ്തെന്ന് വെച്ചാൽ വിൻഷീൽഡ് റിമൂവ് ചെയ്തിട്ട് മെൽട്ടായ പീസൊക്കെ റിമൂവ് ചെയ്തു, അതിനുശേഷം ഫുള്ള് ക്ലീൻ ചെയ്തു. അതാണ് ഏസിൻ്റെ ഇത് ഓരോ ഡിസിൻഫെക്റ്റൻസ് ആണ്. എന്നിട്ട് ഏസിൻ്റെ ബ്ലോയർ 4 ക്ലീൻ ചെയ്തതിന് ശേഷം ഇതാണ് ഓടോ ക്ലീൻ ചെയ്തത്. ഉള്ളിലുള്ള സ്മെല്ല്, ബാഡ് സ്മെല്ല്, സ്റ്റെയിന് കംപ്ലീറ്റ് റിമൂവ് ആണ്. കറക്റ്റ് 5 ഡേയ്സാണ് ഞാൻ ശരിക്കും വർക്കിംഗ്. ഇതുപോലത്തെ മേജർ ഇഷ്യൂ ഉണ്ടായാൽ ഇനിപോലത്തെ എന്തായാലും മേജർ ഇഷ്യൂ മിനിമം 5 ഡേയ്സ് ആണ്. ഒരു ദിവസം കംപ്ലീറ്റ് വിൻഷീൽഡ് റിമൂവ് ചെയ്യണം. ഇതിപ്പോ ഇന്ന് വണ്ടി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 8ാമത്തെ ദിവസം അല്ലേ? 8ാമത്തെ ദിവസം ആ വണ്ടി എടുക്കുക. ഇന്നലെ റെഡി ആയിന്, അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മഴയായതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇവരെന്താ എലി എനിക്ക് കയറാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്തിട്ടുണ്ടോ? നെറ്റ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിനു ശേഷം മുன்னாடி 2 എക്സോസ് ഹോൾസ് ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ സ്ലിം നെറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ഫോട്ടോ അയച്ചല്ലേ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് കവറായി. വണ്ടി ഇപ്പൊ സാനിറ്റൈസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചത് ഇതാണ് ലാസ്റ്റ് പ്രൊസീജിയർ. സാനിറ്റൈസിങ് സർട്ടിഫിക്കേഷൻ ചെയ്താൽ പിന്നെ ആ ഒരു സ്മെല്ല് ഉണ്ടാവും. കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് അഗൈൻ കംപ്രസർ അതുപോലെ തന്നെ കൂളന്റ് എല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് ഗ്യാസ് മൊത്തം മാറ്റി. കാരണം പഴയ ഗ്യാസ് വെച്ചാൽ ആ സ്മെല്ല് അഗൈൻ വരും. അപ്പോൾ പുതിയ ഗ്യാസിന്റെ റീഫിൽ ചെയ്തല്ലേ? എന്തായാലും ഇപ്പൊ അടിപൊളിയായി. കഴിഞ്ഞോ? സ്മെൽ ഫീൽ ചെയ്യണ്ട. ആ സ്മെല്ല് ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറത്തുനിന്ന് തന്നെ അടിപൊളി സ്മെല്ലാണ്. ഇത് സാനിറ്റൈസിന്റെ സ്മെല്ല? ഒഡോർ സാനിറ്റൈസിംഗ് ഒഡോർ റിമൂവിംഗ് ക്യാബിൻ സാനിറ്റൈസർ. ഈ പ്രൊഡക്റ്റ് ആണ് സ്മെല്ല് പോയിപ്പിക്കാനുള്ള. പഴയത് ഫുള്ള് ബാക്ടീരിയ ഫുള്ള്
ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം പോകും. അല്ലെങ്കിൽ നമുക്ക് വെറുതെ യൂസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഡിസിൻഫിക്കേഷന് ഉപയോഗിച്ചവർക്ക് മാത്രം. ഓ അങ്ങനെ ഡയറക്റ്റ് കൊടുത്താൽ സ്മെല്ല് മാറും. ഓ സ്മെല്ല് മാറും അല്ലേ? അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യുന്നത്? ഇതാണ് നമ്മൾ ഓഡോർ ക്ലീനിങ്. ഓക്കെ. ഇതാ ഈ ഒരു ക്ലീനിങ്ങിലാണ് ഓഡോർ ക്ലീനിങ്. അതായത് സ്മെല്ല് പോകാനുള്ള ഓഡോർ നമുക്കറിയാമല്ലോ, സ്മെല്ല് പോകാൻ. സ്മെല്ല് എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ ഓഡോർ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ആ സ്മെല്ല് പോയിട്ട് നല്ല അടിപൊളി സ്മെല്ല് വരും. ഇപ്പൊ ശരിക്കും ഷോറൂമിൽ നിന്നെല്ലാം എടുക്കുന്ന പോലത്തെ വണ്ടിയാക്കിയല്ലേ, അടിപൊളി വണ്ടിയാക്കി തന്നു. അടിപൊളി വർക്കാണ് കേട്ടോ. ഞാൻ പിന്നെ എന്താ പറയാ, ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെയൊന്നല്ല, പക്ഷെ വർക്ക് അടിപൊളിയാണ്. എന്നാ ശരി താജുക്ക, ടാറ്റാ. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ല എന്താ പറയാ, ഒരു പുതിയ വണ്ടിന്റെ ഉള്ളിൽ കയറൂലേ, അങ്ങനെയുള്ള ഒരു സ്മെല്ല് അതാ അതുപോലെയുള്ളതാണ്. നല്ല പ്രത്യേക സ്മെല്ല്. റോഡിൽ മൊത്തം ചെളിയായോണ്ടുണ്ടല്ലോ, ഇതൊക്കെ ഫ്രണ്ടിലൊക്കെ മൊത്തം ചെളിയായി. പിന്നെ വാഷ് ചെയ്ത് വന്നപ്പാട് ഭയങ്കര വിഷമം. ഏതായാലും മാച്ചോ, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഒന്ന് വാഷ് ചെയ്തേ.